സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലുള്ള 10 വയസ്സുകാരിക്കാണ് രോഗം. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സലാമ, ഈ 10 വയസ്സുകാരിക്ക് എവിടെ നിന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ എത്ര പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആകെ അമീബിക്ക് ബാധിച്ച് ചികിത്സയിലുള്ളത്? പുതിയ കേസോട് കൂടി 9 പേരായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉണ്ടായിരിക്കുക. ഇതിൽ 3 പേർ കുട്ടികളാണ്. ഇപ്പോൾ നിലവിൽ അവസാനമായി സ്ഥിരീകരിച്ച കുട്ടി 10 വയസ്സുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടത് എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ രോഗമുക്തി നേടി ആശുപത്രി വിടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് കൂടി രോഗം പിടിപെട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഈ കുട്ടികളുടെ വിഭാഗത്തിൽ 3 പേരും കൂടാതെ ഈ മുതിർന്നവരുടെ വിഭാഗത്തിൽ 6 പേരുമാണ് ഇപ്പോൾ ഈ രോഗം പിടിപെട്ട് ചികിത്സയിലുള്ളത്. ആകെ 9 പേരാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം പിടിപെട്ട് ചികിത്സയിലുള്ളത്. ഇതിൽ കുട്ടികളുടെ വിഭാഗവും മുതിർന്നവരുടെ വിഭാഗവും 2 വിഭാഗമായി തിരിച്ചാണ് ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലുള്ള ഒരു എക്സ്പെർട്ട് ടീമാണ് ഈ ചികിത്സ സംബന്ധിച്ചുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ വിഭാഗത്തിലാണ് ഇപ്പോൾ 3ാമതൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വാർത്തകളുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.